നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള പത്മകുമാറിന് ഇന്ന് നിർണായകം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റാരോപിതനായി അറസ്റ്റിലായ പ്രതി പത്മകുമാറിനെതിരെ CPM ഇന്ന് നടപടിയെടുത്തേക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരാനിരിക്കെ യോഗത്തിൽ പത്മകുമാറിനെതിരെ നടപടി ആവശ്യം ഉയരുമെന്നാണ് കരുതുന്നത്. കേസിൽ പത്മകുമാർ പിടിയിലായ ശേഷം നടക്കുന്ന ആദ്യ ജില്ലാ കമ്മിറ്റി യോഗമാണ് ഇന്നത്തേത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അജണ്ടയാക്കിയുള്ളതാണ് യോഗമെങ്കിലും പത്മകുമാറുമായി ബന്ധപ്പെട്ട വിവാദം കൂടി ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. ഇന്ന് സ്പോട്ട് ബുക്കിംഗ് 5000 മാത്രം. തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് ശബരിമലയിൽ ഇന്ന് സ്പോട്ട് ബുക്കിംഗ് 5000 മാത്രമായി കുറച്ചു. 18ാം പടി കയറാനും ദർശനത്തിനുമായി ശരംകുത്തി വരെ രാവിലെ നീണ്ട നിരയാണുള്ളത്. കുറഞ്ഞത് 5 മണിക്കൂർ വരെ കാത്തുനിന്നാണ് ഭക്തർ 18ാം പടിയിലെത്തുന്നത്. ഇന്നലെ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. കുടുംബവഴക്ക്. ജ്യേഷ്ഠനെ അനുജൻ കുത്തിക്കൊന്നു. മലപ്പുറം പൂക്കാട്ടൂർ പള്ളിമുക്കിലാണ് സംഭവം നടന്നത്. അമീറാണ് മരിച്ചത്. സംഭവത്തിൽ സഹോദരൻ ജുനൈദിനെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബവഴക്കിനെ തുടർന്നുള്ള കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു കൊലപാതകം. വയോധികയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. മകളും കാമുകനും അറസ്റ്റിൽ. മുണ്ടൂരിൽ വയോധികയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. അമ്മയെ മകളും കാമുകനും കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി. സംഭവത്തിൽ മകൾ സന്ധ്യ, കാമുകൻ നിതിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വർണ്ണാഭരണത്തിനു വേണ്ടിയാണ് കൊല നടത്തിയത്. ശനിയാഴ്ചയാണ് 75-കാരി തങ്കമണി കൊല്ലപ്പെട്ടത്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്തു. പാലക്കാട്ടെ BJP നേതാക്കൾക്കെതിരെ കേസ്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്തെന്ന UDF സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്തു. നഗരസഭാംഗം KJ ലക്ഷ്മി, മുൻ കൗൺസിലറും നിലവിലെ BJP സ്ഥാനാർത്ഥിയുമായ സുനിൽ മോഹനുമടക്കം 4 പേർക്കെതിരെയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തത്. പാലക്കാട് മുനിസിപ്പാലിറ്റി 50ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി രമേശ് ബാബുവിന്റെ പരാതിയിലാണ് പോലീസ് നടപടി.